ഹലോ, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ വെക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചൊരു ബജിയാണ്. അതിനായിട്ട് ഒരു മുഴുവനെ അമ്മ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് എടുക്കണം. അത് ഇങ്ങനെ നമുക്ക് അടത്തി എടുക്കാവുന്നതാണ്. ബജിയുടെ വലുപ്പത്തിന് അത് മതിയാകും. അതമ്മ അടത്തി എടുക്കുകയാണ്. പിന്നെ ഈ കോളിഫ്ലവർ നമ്മൾ കടയിൽ നിന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പം ഇത് ഒരുപാട് വിഷമൊക്കെ അവർ സ്പ്രേ ഒക്കെ ചെയ്യാറുള്ളതായിരിക്കുമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ഇത് നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇത് നല്ലതായിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്ത കോളിഫ്ലവറാണ്. ഇതിനിയും നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കണം. തിളച്ച വെള്ളത്തിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് കോളിഫ്ലവർ തിളപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ തിളപ്പിക്കുന്നത് മൂലം അതിലെ അണുക്കളെല്ലാം അങ്ങ് ചത്തോളും. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരുപാട് അങ്ങ് വേവിക്കണ്ട, ഇതങ്ങ് വെന്ത് പോകും. കുറച്ച് നേരം ഒന്ന് തിള വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പ് ഇവിടെ ആവശ്യത്തിന് മാത്രം ചേർക്കുക. പിന്നെ നമ്മൾ ബജി ഉണ്ടാക്കുമ്പം അതിൻ്റെ മിക്സ് തയ്യാറാക്കുമല്ലോ പൊടി വെച്ച്. അപ്പോൾ ആ മിക്സിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇവിടെ ചേർക്കണ്ട. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. അത് ഇതുപോലുള്ള ഒരു അരിപ്പയിലേക്കാണ് അമ്മ ഊറ്റുന്നത്. അങ്ങനെ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനൊരു പാത്രത്തിലോട്ട് നമുക്ക് പൊടിവകകൾ എടുക്കാം. ആദ്യം 1/2 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കടലമാവാണ് ചേർത്തേക്കുന്നത്. ഇനി മുളക് പൊടി ചേർക്കുകയാണ് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനിയും ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഈ പൊടിവകകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ അരിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ബജി കിട്ടും ഇങ്ങനെ അരിപ്പൊടി ചേർത്താൽ. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പൊടിവകകൾ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അങ്ങനെ കട്ടയെല്ലാം മാറിക്കിട്ടി. ഇനിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് വെള്ളമായി പോകണ്ട. അപ്പം നമ്മുടെ ബജി കോളിഫ്ലവറിലോട്ട് ഇതൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഒരു സ്പൂണിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഒഴിക്കുമ്പോൾ വഴുതി വരുന്ന രീതിയിൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരുപാട് വെള്ളവും ആകല്ലേ. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് മസാലയെല്ലാം നമ്മുടെ കോളിഫ്ലവറെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ബജി ഉണ്ടാക്കി കഴിയുമ്പോൾ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത്. ആ സമയത്ത് നമുക്ക് അടുപ്പിലേക്ക് ഒരു അടി കട്ടിയുള്ള ഒരു കടായി എടുത്ത് ചൂടാക്കാൻ വെക്കാം.
അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് മണ്ടയ്ക്ക് ഇടണ്ട. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പം അത് ആ വശം ഒന്ന് ആദ്യം കിടന്ന് മൂക്കട്ടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേനും എല്ലാ സൈഡും അതൊന്ന് മുരിഞ്ഞു വരും. ഇങ്ങനെ ചെയ്യുമ്പം നല്ല ഹെൽത്തി ആയിട്ട് സേഫായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. അങ്ങനെ ചേർക്കുമ്പം നമ്മുടെ ബജിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഒരു അരിപ്പയിലേക്കാണ് കോരിയെടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഇടുകയാണെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ അതിൽ അബ്സോർബ് ആയിക്കോളും. അങ്ങനെ കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്നതും ഇതുപോലെ വറുത്തെടുക്കാം. അങ്ങനെ വറുത്ത് മാറ്റി ഇനി അടുത്തതും ഇട്ട് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അവർക്കും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അമ്മയുടെ കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അമ്മയ്ക്കും പ്രചോദനമുള്ളൂ പുതിയ വീഡിയോസ് ഇടാൻ. ഇങ്ങനെ എല്ലാം വറുത്ത് കോരി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ലതാണ്. കഴിച്ചു നോക്കണം, ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.